ക്ഷമിക്കണം. ഉസ്താദിൻ്റെ വീഡിയോ കേട്ട് അതിൻ്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. താങ്കൾ പറഞ്ഞല്ലോ ആൺമക്കളെ കൂട്ടിലാക്കി വെക്കണമെന്ന്. അവരുടെ ഭാര്യയോടൊപ്പം ഉല്ലസിക്കാൻ വിടണം, കൊച്ചുമക്കളോടൊപ്പം ബീച്ചിലും പാർക്കിലും പറഞ്ഞയക്കണം, അടുക്കളയിൽ ജോലി ചെയ്ത് ടയേർഡാകുമ്പോൾ അവർക്ക് റിലാക്സ് വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെയല്ലേ ആ വീട്ടിലുള്ള ഉമ്മയായാലും അമ്മയായാലും അവരും ജോലി ചെയ്യുന്നില്ലേ? ഉപ്പമാരും അച്ഛന്മാരും ജോലി ചെയ്യുന്നില്ലേ? അവർക്ക് ടയേർഡാകില്ലേ? അവർക്ക് റിലാക്സ് വേണ്ടേ? ഉസ്താദ് ഒന്ന് ചിന്തിക്കണം. മക്കളുടെ കാല് വളരുന്നോ കൈ വളരുന്നോ എന്നും തലയിലും തറയിലും വെക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി സ്നേഹിച്ച് വളർത്തി വലുതാക്കി ആ അമ്മയായാലും ഉമ്മയായാലും എത്ര ത്യാഗം സഹിച്ചാണ് അവരെ വളർത്തുന്നത്. ഉസ്താദിനത് അറിയില്ലേ? ഒരു മകന് കല്യാണപ്രായമായാൽ ഉമ്മക്കും ഉപ്പക്കും സന്തോഷമാണ്. അവരോടി നടന്ന് കണ്ണിൽ കണ്ടവരോടെല്ലാം പറയും, എൻ്റെ മകന് നല്ലൊരു പെണ്ണ് നോക്കണേ, നല്ലൊരു കുട്ടിയായിരിക്കണേ, കുടുംബത്തിനോട് സ്നേഹമുള്ളവളായിരിക്കണേ എന്നെല്ലാം പറയും. പെണ്ണിൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ. ചെക്കൻ തറവാടിയാണോ, ബാപ്പയും ഉമ്മയും ഉണ്ടോ, ജോലിയുണ്ടോ, ഒരുപാട് കാര്യങ്ങൾ അവരും അന്വേഷിക്കും. കല്യാണം അടുത്താൽ ഉമ്മയും ഉപ്പയും പറയും, എൻ്റെ മോൻ്റെ കല്യാണമാണ്, നിങ്ങൾ വരണേ. എന്തൊരു സന്തോഷത്തിലാണ് അവരെ പറയുന്നത് എന്നറിയോ? ഈ മകനാണെങ്കിൽ ഉപ്പയെയും ഉമ്മയെയും പൊന്നുപോലെ സ്നേഹിച്ചതായിരിക്കും. കല്യാണം കഴിച്ച് വലതുകാൽ വച്ച് കയറി വന്നതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങും ആ വീട്ടിൽ പൊട്ടിത്തെറി. മകൻ്റെ സ്വഭാവത്തിലും വരുന്ന മാറ്റം. ഇതെല്ലാം അറിയില്ല ഉസ്താദേ. കല്യാണം കഴിയുന്നത് വരെ ഉമ്മയും ഉപ്പയും കുടുംബവും എല്ലാവരും വേണം. കല്യാണം കഴിഞ്ഞാൽ ചിലർക്ക് ഉപ്പയും ഉമ്മയും വേണ്ട, അവർ രണ്ടാൾ മാത്രം മതി. ഇങ്ങനെയാണ് ഒരു പെണ്ണ് ചെയ്യേണ്ടത്. കയറി വരുന്ന പെണ്ണ് ആ കുടുംബത്തിൻ്റെ വിളക്കാണ് എന്നാണ് പറയുക. ഇപ്പോൾ കയറി വരുന്ന ചില കുട്ടികൾ ആ കുടുംബത്തിലെ കുത്തുവിളക്കാണ് ആവുന്നത്. അവർക്കൊരിക്കലും സ്വന്തം ഉമ്മയും ഉപ്പയും ആയി കാണാൻ കഴിയില്ല. അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അവർ പുറത്ത് പോകുമ്പോൾ ഈ ഉമ്മയെയും ഉപ്പയെയും കൂട്ടി പോയിക്കൂടെ? ഹണിമൂണിനല്ലല്ലോ പോകുന്നത്. മക്കളോടൊപ്പവും കൊച്ചുമക്കളോടൊപ്പവും ബീച്ചിലും ഉല്ലാസയാത്രയിലും പങ്കെടുക്കുമ്പോൾ അവർക്കും സന്തോഷമാവില്ലേ? അവർക്ക് ജോലി ഭാരത്തിൽ നിന്ന് ഒരു റിലാക്സ് ആയില്ലേ? അപ്പോൾ കൂടുതൽ മകനെയും മരുമകനെയും സ്നേഹിക്കില്ലേ? മരുമകളെയും സ്നേഹിക്കില്ലേ? എന്തെങ്കിലും കാരണവശാൽ ഭാര്യയും ഭർത്താവും കൊച്ചുമക്കളും മാത്രം പുറത്തു പോകുമ്പോൾ അവർ കഴിക്കുന്ന അതേ ഭക്ഷണം വാങ്ങി അച്ഛനും അമ്മയ്ക്കും കൊടുക്കുമ്പോൾ എത്ര സന്തോഷമായിരിക്കും അവരുടെ മുഖത്ത്. അവർ ഈ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യില്ലേ? അത് മതി അവരുടെ ജീവിതം നന്നാവാൻ. അല്ലാതെ തസ്ബീഹ് മാലയും കയ്യിൽ കൊടുത്ത് ഒരു മൂലയിലിരുത്തി മകനും മരുമകളും കൊച്ചുമക്കളും പുറത്തുപോയി ഉല്ലസിച്ച് മന്തിയും അൽഫാമും ഐസ്ക്രീമും കഴിച്ച് വന്ന് നേരെ ബെഡ്റൂമിലേക്ക് കിടക്കാൻ പോകുമ്പോൾ ഏത് ഉമ്മയാണ് മുഖം വീർപ്പിക്കാത്തത്? ഉസ്താദെ, ഇവരോട് പറയേണ്ടത്, മക്കളെ, നിങ്ങളെ വളർത്തി വലുതാക്കി സ്നേഹിച്ച് നോക്കിയ ഈ വയസ്സായ ഉപ്പയെയും ഉമ്മയെയും ഒരിക്കലും വിഷമിപ്പിക്കരുത്. അവരുടെ കണ്ണുകൾ നിങ്ങൾ കാരണം നനയരുത്. വയസ്സായവരാണ്, നിങ്ങൾ കഴിയുന്നതും ക്ഷമിക്കണം. നേരത്തെ എണീക്കണം, സുബഹി നിസ്കരിക്കണം, ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഓരോ ഗ്ലാസ് ചായ കൊടുക്കണം. ഇനിയും ഒരുപാട് പറയാനുണ്ട്. കയറി വന്ന ചില പെൺകുട്ടികൾ കാരണം എത്ര കുടുംബബന്ധങ്ങളാണ് തകർന്നിരിക്കുന്നതെന്നറിയും ഉസ്താദെ. ഇത്രയൊക്കെയാണ് ഉസ്താദെ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ ആക്ഷൻ കാണിച്ച് മകനെ കൂടുണ്ടാക്കി അതിലിട്ടോ എന്നല്ല. ഞാനിത് പറയുന്നത് ഓരോരോ അനുഭവങ്ങൾ കാരണം ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. ഓരോരുത്തർ കരയുന്നത് കണ്ടിട്ടുണ്ട്, സങ്കടം പറഞ്ഞ് കരയുന്നത് കണ്ട്. അതെല്ലാം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഉസ്താദ് നല്ലത് പറഞ്ഞു കൊടുക്കണം. ഏത് കുട്ടികളോടായാലും നല്ലത് പറഞ്ഞു കൊടുക്കണം ഉസ്താദെ.